ഇറാനുമായിട്ടുള്ള ഇസ്രായേൽ, നിങ്ങൾക്കറിയാം, ഇസ്രായേലിൻ്റെ മത നേതാവ്, അതായത് സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഖമൈനി, അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പം ഇതിന് പിറകിലുള്ള ചില സംഭവങ്ങളിലേക്ക് നോക്കാം. അതായത് ഇസ്മായിൽ ഹനീസ് അവിടെ കൊല്ലപ്പെട്ട ശേഷം ഇറാൻ അധികൃതർ വളരെ കൃത്യമായിട്ട് ഹമാസ് ലീഡർഷിപ്പിനോടും ഖത്തറിനോടും പറയുന്നു, ഇസ്മായിൽ ഹനീസിൻ്റെ മൃതദേഹം ഇറാനിൽ അടക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ, ഇതാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് എത്രമാത്രം ഭയമാണ് അന്തർദേശീയ തലത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പുതിയത് ഇറാൻ്റെ പ്രസിഡന്റ് വരുന്നു, മസൂദ് പഷക്കിസ്ഥാൻ എന്ന് പറയുന്ന ആൾ വരുന്നു. എന്നിട്ട് പോലും ഇറാനിയൻ ഭരണകൂടം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇസ്മായിൽ ഹനിയയുടെ മൃതദേഹം ഇറാനിൽ ശവസംസ്കരിക്കാൻ പറ്റില്ല. ഇനി അടുത്ത തമാശയുണ്ടായി. ഖത്തറിനും താല്പര്യമില്ലായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ മൃതദേഹം ഖത്തറിൻ്റെ മണ്ണിൽ സംസ്കരിക്കുവാൻ. അത് വേറെ ഡെവലപ്മെൻ്റാണ്. പിന്നീട് അമേരിക്കയാണ് പറയുന്നത് ഇതെവിടെങ്കിലും കൊണ്ട് അടക്കുകയും മതിയാവുകയുള്ളൂ. കാരണം ഖത്തറിനും ഭയമായി, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. അത് ഖത്തറും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം പലപ്പോഴും ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്ക എന്ന് പറയുന്നത് ഈ മുസ്ലിം നെയ്ബർഹുഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഹമാസ് ആണെങ്കിലും അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനുമായിട്ടുള്ള ബന്ധം വെച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. കാരണം അമേരിക്ക ഒരിക്കലും ഒരു ടെറർ സംഘടനയുമായിട്ട് നേരിട്ട് ബൈലാട്രിയൽ ടോക്സ് നടത്തുകയില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. കാരണം അമേരിക്കൻ ബേസ് അവിടെയാണ്. ഖത്തറിനെ അതിനുവേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഖത്തർ. നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പല പ്രാവശ്യം ഈ ടോക്സ് ഹമാസുമായിട്ട് ഇസ്രായേലിൻ്റെ മീഡിയേഷൻ നടത്തുന്ന ഖത്തറുമായി ടോക്സ് പരാജയപ്പെട്ടപ്പോൾ ഖത്തർ തന്നെ ഹമാസ് ലീഡർഷിപ്പിനോട് പറഞ്ഞ് ഇവിടുന്ന് മാറിക്കോളാൻ. ആ ഡെവലപ്മെൻറ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഖത്തറിനെ അമേരിക്ക അവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഖത്തറിനും താല്പര്യമില്ല ഒരു തീവ്രവാദി നേതാവിനെ അവിടെ ശവസംസ്കാരം നടത്തുവാൻ വേണ്ടി. കാരണം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങളും ഇതിനെ ഫ്യൂച്ചറിൽ പഴിക്കുവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ പറയുന്നത്. മനസ്സിലാക്കുക, ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. വളരെ വളരെ സങ്കീർണമായൊരു വിഷയമാണ്. കാരണം ഖത്തർ അവർ ഈ സാമ്പത്തികമായിട്ടും അവിടെ ആശുപത്രിയൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഖത്തറിനെ അനുകൂലിച്ച്, ഖത്തർ ഹമാസിനെ അനുകൂലിച്ച് നിൽക്കുമ്പോൾ, കാരണം ലോക രാജ്യങ്ങൾ ഖത്തറിനെ ഒറ്റപ്പെടുത്തും. കാരണം ചരിത്രം വലിയ പ്രശ്നമായി മാറും. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രമായ ഭീകരമായ ഒരു സംഘടനയാണ്. കാരണം അവരങ്ങനെയാണ് ചിന്തിക്കുകയൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ നേരെ മറിച്ച് എന്നാൽ ഉറുദുഗോൻ, അയാളും ഇത് പഠിച്ച കള്ളനാണ്, അയാളും ഇത് റെഫ്യൂസ് ചെയ്തു. ഇപ്പം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് കില്ലിംഗ് ആണ് നടക്കുന്നത്. എന്നിട്ട് പോലും ഉറുദുഗോൻ ഇടപെടുമെന്ന് പറയുന്നു, ഗാസ വാറിൽ നിർത്തിയില്ലെങ്കിൽ ടർക്കി ഇടപെടുമെന്ന് പറയുന്നു. നോക്കുക, പെട്ടെന്നാണ് അമേരിക്ക റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി മറ്റൊരു പ്രശ്നം, ഇറാൻ നേരിടുന്ന ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം, ഇറാൻ പഴയ പോലെ രീതിയിൽ, അതായത് ഈ 300 മിസൈലും റോക്കറ്റും ഈ ഡ്രോണും ഒക്കെ ഇസ്രായേലിലോട്ട് വിടുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇപ്രാവശ്യം സിംബോളിക് ആയിരിക്കുകയില്ല ഇസ്രായേലിൻ്റെ അറ്റാക്ക്. സിംബോളിക് ആയിരിക്കുകയില്ല. ഉറപ്പായിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ സിറ്റി, അവിടെയാണ് അവർ പ്ലാൻ ചെയ്യുക, അവിടെ അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ട് എന്ന് ഇറാൻ പറയുന്നു, മറ്റുള്ള രാജ്യങ്ങളും പറയുന്നു. ഈ ബോംബ് അവിടെ പൊട്ടിയാനുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക, ഇറാൻ തീർന്നു പോകും. ഇതാണ് ഇറാനെ ഭയക്കുന്നൊരു സംഭവം. കാരണം വളരെ കൃത്യമായിട്ട് നേരത്തെ അവർ ഇസ്രായേലിൻ്റെ മേളിലോട്ട് മിസൈലും ഡ്രോണും ഇട്ട് കഴിഞ്ഞപ്പോൾ സിംബോളിക്കായിട്ട് ഇസ്രായേൽ ചെയ്ത സംഭവം, ഇറാൻ്റെ ടെറിട്ടറിക്കകത്ത് കയറിയില്ല F-35 എയർക്രാഫ്റ്റ്. അതിൻ്റെ പുറത്ത് നിന്ന് സിംബോളിക്കായിട്ട് ഒരു ബോംബ് അവർ ഫയർ ചെയ്യുന്നു.
ഫയർ ചെയ്ത് ആ കൃത്യ സ്ഥലത്ത് കൊണ്ടിട്ടു. പക്ഷേ അത് പൊട്ടിച്ചില്ല. അത് പൊട്ടിക്കുന്നതിന് മുമ്പ് അത് നിർവീര്യമാക്കി. കാരണം അത് പൊട്ടിയിരുന്നുവെങ്കിൽ അത് ഓൺ ദ വേ അത് ഡിഫ്യൂസ് ചെയ്തു എന്നാണ് അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദ വേ അത് ഡിഫ്യൂസ്, അത് അവിടെ പൊട്ടിയിരുന്നുവെങ്കിൽ അതാണ് താക്കീത് കൊടുത്ത സിംബോളിക് എന്ന് പറയുന്നത്. അതോടെ ഇറാൻ്റെ ന്യൂക്ലിയർ ഇരിക്കുന്ന സാമാനം മുഴുവനും പൊട്ടുക. ഇത് പൊട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിതി ഇറാൻ തീർന്നു പോകും. ഇതാണ് വലിയ പ്രശ്നമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ ചിലയുടെ അമേരിക്കൻ മീഡിയ ഇറാനിലുള്ള ആൾക്കാരെ കോട്ട് ചെയ്ത് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി മറ്റൊരു തമാശ ഉണ്ടായിരിക്കുന്നത്, അതായത് ഇറാനിലുള്ള അവിടുന്ന് ഈ ഇസ്ലാമിക് റവല്യൂഷൻ വരുന്നതിന് മുമ്പ് അവിടുന്ന് പുറത്തു പോയ ആളുകൾ, അപ്പോൾ അവരെ കോട്ട് ചെയ്ത് അവരുടെ ബന്ധുക്കളെ കോട്ട് ചെയ്ത് പറയുന്നത് ഇറാനിയൻ ആർമിക്കകത്ത്, അതായത് റിപ്പബ്ലിക്കൻ ഗാർഡിനകത്ത് വലിയ രീതിയിലുള്ള സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുകയാണ്. അവർ പറയുന്നത് ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡിലുള്ളവർ തന്നെയാണ് ഈ ബോംബ് വെക്കാൻ, അതായത് ഇസ്രായേലിന് ബോംബ് വെക്കുവാൻ വേണ്ടി, അതായത് ഇറാനിയൻ വെറ്ററൻ ഗസ്റ്റ് ഹൗസിനകത്ത് സഹായിച്ചിരിക്കുന്നത്. ഇതാണ് ഞെട്ടിക്കുന്ന അടുത്ത വസ്തുത. അതായത് ഒരു മാസം മുമ്പ് ഈ പരിപാടികളൊക്കെ ഇറാനിലുള്ളവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഈ ഇസ്മായിൽ ഹനിയെ കൊല്ലുവാൻ വേണ്ടി. മനസ്സിലാക്കുക, സുലൈമാനിയെ കൊന്നിട്ട് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ബോംബ് സ്ഫോടനം അവിടെ ഉണ്ടാകുന്നു. അത് ഏകദേശം 100-ലധികം പേരാണ് കൊല്ലപ്പെടുന്നത്. അതായത് ഇറാൻ്റെ അകത്ത് ഈ പറയുന്ന ഷിയ മത നേതൃത്വമാണ് അത് ഭരിക്കുന്നത്, ഇറാൻ രാജ്യം എന്ന് പറയുന്നത്. കാരണം അവിടെ പപ്പറ്റായിട്ട് മാത്രമാണ് അവിടെ പ്രസിഡൻ്റൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത്. അതിനെതിരെ വലിയൊരു വിഭാഗം, അതായത് ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയൊരു ആ പറയുന്ന ഭരണകൂടത്തിന് അതിനകത്തെ പ്രശ്നമാണ് ഏറ്റവും പ്രശ്നമായി മാറിയിരിക്കുന്നത്. കാരണം ഇറാനിൽ നിന്ന് ജീവിക്കുന്ന 50% മുകളിലുള്ളവർക്ക് അവിടെ ഷിയ ഭരണകൂടത്തെ എതിർക്കുന്നവരാണ്. ഇതാണ് ഇസ്രായേലിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ധൈര്യം. വാറുണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള റിപ്പബ്ലിക്കൻ ഗാർഡിനകത്തും അവിടെയുള്ള ജനങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കും. ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമില്ലാതായി പോകും. ഇതാണ് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. അതാണ് അവർ ചിന്തിക്കുന്നത്. എന്ത് ചെയ്യാൻ? ന്യൂക്ലിയർ വെപ്പൺസ്, അതേ കൊണ്ട് ബോംബിട്ട് കഴിച്ചാൽ അത് തീർന്നു പോകും. കാരണം ആ രാജ്യം തന്നെ തീർന്നു പോകും. പിന്നീടുണ്ടാകുന്ന ആ രാജ്യത്തുള്ള ജനങ്ങൾ 50% മുകളിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ ഏകദേശം 15% മുസ്ലിങ്ങൾ, അതായത് ഇറാനിയൻ ഷിയ കൺവേർട്ടഡാണ്, ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കലാണ്. ഈ കൺവേർട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പം ഇറാൻ എന്ന് പറഞ്ഞ ഷിയ ആ സംഭവമേ ഇല്ലാതായി പോവും. ഇതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വിഷയം. പിന്നീട് ഈ പ്രോക്സികൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്രായേലിൻ്റെ റിറ്റാലിയേറ്ററി അറ്റാക്ക് ഭയന്നിട്ട് ഇപ്പം ഇറാൻ ഈ പറയുന്ന പ്രോക്സീസ്, ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തിയാണെങ്കിലും മറ്റുള്ള പല ഷിയ സംഘടനകളുണ്ട്, അതൊരു ടെറർ അറ്റാക്ക് പോലെയാണ്. അവരെയാണ് ഇറാൻ ഇങ്ങനെ ഫണ്ട് ചെയ്യുകയും ആയുധം കൊടുത്തുകൊണ്ടിരുന്നത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ആയുധം കൊടുക്കുന്നില്ല. അതിനിടയ്ക്കാണ് റിപ്പോർട്ട് വരുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യം ഹൂത്തികൾക്ക് ആമിനേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തു. കാരണം അവർക്ക് ആമിനേഷൻ വേണം, ഇസ്രായേലിനെ അടിക്കാനും ഈ പറയുന്ന സൂയസ് കനാലിൽ അറ്റാക്ക് ചെയ്യാനൊക്കെ ആയുധം വേണം. ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ആരാണ്? സൗദി അറേബ്യ. കാരണം സൗദി അറേബ്യയാണ് റഷ്യ G20 പിന്തുണച്ചത്. ഇന്ത്യയെ സൗദി അറേബ്യയാണ്. അതിൻ്റെ സൗദി അറേബ്യ ശക്തമായിട്ട് ഹൂത്തികൾക്കെതിരെ നിന്നു. റഷ്യയോട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ മേഖലയിൽ ഈ സംഘടനയ്ക്ക് ആയുധം കൊടുക്കരുത്. അത് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലെ കംപ്ലീറ്റ് നാശത്തിലോട്ടാണ് നയിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇറാനെതിരെയും ഹൂത്തികൾക്കെതിരെയൊക്കെ എതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാന പോയിന്റ്, ഇനി ഇൻ കേസ് ഇറാൻ അടിക്കുകയാണെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ആയിരിക്കും ഈ ഇറാനെതിരെയുള്ള അറ്റാക്ക് അമേരിക്ക ഏകോപിക്കാൻ പോകുന്നത്. അത് UAE നിന്നും ഉണ്ടാകും, കാരണം ഫ്രഞ്ച് ബേസ്, ഖത്തറിൽ നിന്നുണ്ടാകും, സൗദിയിൽ നിന്നുണ്ടാകും, ജോർദാനിൽ നിന്നുണ്ടാകും.
ഇതാണ് ഇപ്പോഴത്തെ വെസ്റ്റ് ഏഷ്യയുടെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.